ഹായ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്ന പോർഷനാണ് പഠിക്കാൻ പോകുന്നത്. PSCയുടെ ഒക്കെ സിലബസിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പം പൊളിറ്റിയിലേക്ക് വരുമ്പം ഈ ഒരു അസംബ്ലി എന്തിനു വേണ്ടിയാണ് രൂപപ്പെട്ടത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി. ഇന്ത്യയെ ഈ ഒരു രാജ്യം ഇത്രയും ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് പോകാൻ കാരണം നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഓക്കെ, നമ്മുടെ ഭരണഘടന ഉള്ളതുകൊണ്ടാണ് എനിക്കിവിടെ ഇരുന്ന് സംസാരിക്കാനുള്ള അവകാശവും നിങ്ങൾക്കിതിൽ നിന്ന് കേൾക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഒക്കെയുള്ള അവകാശങ്ങൾ നമുക്കുള്ളത്. അപ്പോൾ ഇത്രയും അവകാശങ്ങൾ നമുക്ക് നൽകുന്ന, ഇത്രയും സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് ജീവിക്കാൻ ഈ രാജ്യത്ത് പറ്റുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത് ആരൊക്കെ എന്ന് പഠിക്കേണ്ടത് നമ്മുടെയും കൂടെ ഒരു ധർമ്മമാണ്. അതുകൊണ്ടാണ് PSC ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്ന ഒരു പോർഷൻ സിലബസിൽ ചേർത്തിരിക്കുന്നത്. നമ്മളൊക്കെ PSC എഴുതി കഴിഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാനുള്ളവരാണ് അല്ലേ? PSC എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയല്ലേ? അപ്പോൾ ഗവൺമെൻറ് ജോലിയൊക്കെ ചെയ്യുമ്പം ഈ ഒരു ഗവൺമെൻറ്റൊക്കെ ഉണ്ടാക്കാൻ കാരണം, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഈ ഒരു സുസ്ഥിരമായിട്ടുള്ള മുന്നോട്ടുള്ള പോക്കലിന് കാരണമാകുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആരൊക്കെ ചേർന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും കൂടെ നമ്മൾ അറിയാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ആ കാരണത്താൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പഠിക്കുകയാണ്. അപ്പം ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്ന ഈ പോർഷനിലെ മേജർ കമ്മിറ്റീസ് ഏതൊക്കെയാണ്? മേജർ കമ്മിറ്റീസ്, ആ മേജർ കമ്മിറ്റീസ് ആരൊക്കെയാണ് ഹെഡ് ചെയ്തിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്താണ് ഞാൻ പറഞ്ഞല്ലോ. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യം വിട്ടു പോയപ്പോൾ അന്നത്തെ പ്രമുഖരായിട്ടുള്ള അന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നുണ്ടല്ലോ, ലോയേഴ്സ് പാരഡൈസ് എന്നാണ് പറയുന്നത്. കാരണം ജവഹർലാൽ നെഹ്റു അദ്ദേഹം ലോ പഠിച്ചിട്ടുണ്ട്, BR അംബേദ്കർ ലോ പഠിച്ചിട്ടുണ്ട്. അന്ന് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക ആളുകളും ലോ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നപ്പം ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷുകാരാണ് ഭരിക്കുന്നത്. അപ്പം ബ്രിട്ടീഷ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ലണ്ടനിലൊക്കെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇന്ത്യയിലെ പൈസ ഉള്ളവർ എന്ത് ചെയ്തു? ബ്രിട്ടൻ്റെ സിറ്റിസൺസ്, സബ്ജക്ട്സ്, അതായത് ബ്രിട്ടനെ രാജ്ഞിയല്ലേ ഭരിക്കുന്നത്. അപ്പം രാജ്ഞിയുടെ പ്രജകളാണ്. അപ്പം നമ്മൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ നമ്മളും ബ്രിട്ടീഷ് രാജ്ഞിയുടെ പ്രജകളാണ്. അപ്പം ബ്രിട്ടീഷ് രാജ്ഞിയുടെ പ്രജകൾ എന്നുള്ള രീതിയിൽ ബ്രിട്ടീഷ് നിയമങ്ങളും അന്ന് ബ്രിട്ടീഷുകാർ എന്തൊക്കെയാണോ നിയമവ്യവസ്ഥിതി എന്ന് പറഞ്ഞുകൊണ്ട് കോഴ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ പഠിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടുത്തെ എലീറ്റ് ആയിട്ടുള്ള കുറേ പേർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നെഹ്റുവും അല്ലെങ്കിൽ നമ്മുടെ മഹാത്മാഗാന്ധിയൊക്കെ ലോയറാണ് അല്ലേ? അപ്പോൾ അന്നത്തെ കുറേ പേര് ബ്രിട്ടീഷിൽ അല്ലെങ്കിൽ ബ്രിട്ടനിൽ ചെന്ന്, അല്ലെങ്കിൽ ലണ്ടനിലോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലോ, ബ്രിട്ടൻ്റെ കീഴിലുള്ള മറ്റ് രാജ്യങ്ങളിലോ ചെന്ന് അവിടുത്തെ നിയമങ്ങൾ പഠിക്കുമായിരുന്നു. അപ്പം നമ്മൾ ഈ ഹാർവാർഡിലും ഓക്സ്ഫോർഡിലും ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതും അവിടുത്തെ മറ്റ് വിദേശികളായിട്ടുള്ള സാഹിബന്മാർ പഠിക്കുന്നതൊക്കെ സെയിം അല്ലേ? അതുപോലെ നമ്മുടെ ഇന്ത്യക്കാരും കുറേ നിയമം പഠിച്ചിരുന്നു. അപ്പം രാജ്ഞിയുടെ പ്രജകളായിട്ട് നമ്മളും കുറേ സ്റ്റാൻഡേർഡ് നിയമങ്ങൾ, അന്നത്തെ പ്രമുഖ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്കും കുറേ നിയമങ്ങൾ പഠിക്കാൻ അവസരം കിട്ടി. അതുകൊണ്ടാണ് അന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന നിയമജ്ഞരായിട്ടുള്ളവർക്ക് ഒരു ഭരണഘടന എന്ന് പറയുമ്പോൾ നല്ല ധാരണയുണ്ട്. ഇവർ ഭയങ്കര പ്രൊഫഷണൽസാണ്, ഇവർ നിയമം പഠിച്ചവരാണ്. അപ്പോൾ ആ നിയമം പഠിച്ചവർക്ക് നല്ല ധാരണയുണ്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അതുകൊണ്ടാണ് ഇത്ര അടിപൊളി ഭരണഘടന നമുക്ക് ലഭിക്കാനും കാരണം. അപ്പം ലോയേഴ്സ് പാരഡൈസ് എന്നാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ പറയാറ്. ഇതൊരു നെഗറ്റീവ് സെൻസിലും പറയാറുണ്ട്. അതായത് ഫുൾ നിയമം. ഇപ്പോൾ ഡോക്ടേഴ്സിനെ ചിന്തിക്കുക. ഡോക്ടേഴ്സ് ഒരു രോഗത്തെക്കുറിച്ച് അവരുടെ സയൻറ്റിഫിക് നെയിമിലല്ലേ അവർ പറയുന്നത്. സാധാരണക്കാർക്ക് അത് മനസ്സിലാവും. ഇപ്പോൾ ഡോക്ടേഴ്സ് സയൻറ്റിഫിക് ടേംസ് ഉപയോഗിക്കുമ്പോൾ ഡോക്ടേഴ്സ് തമ്മിൽ ഓക്കെയാണ്, അവർക്ക് മനസ്സിലാവും. പക്ഷെ സാധാരണക്കാർക്ക് സാധാരണക്കാരൻ്റെ ഭാഷയിൽ തന്നെ വേണ്ടേ സംസാരിക്കാൻ. അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്രയും വലുതാവാൻ കാരണം വലിയ പണ്ഡിതന്മാർ നിയമത്തിൻ്റെ ഭാഷയിലും അല്ലെങ്കിൽ അവർ പഠിച്ച കോഴ്സിൻ്റെ ഒക്കെ ഉള്ളൊരു സ്വഭാവത്തിൽ ഉണ്ടാക്കി വെച്ചത് കൊണ്ടാണെന്നുള്ളൊരു ക്രിറ്റിസിസം ഉണ്ട്. സാധാരണക്കാരായിട്ടുള്ളവരാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ലളിതമായിരുന്നേനെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു ക്രിറ്റിസിസം ഉണ്ട്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അവർ കുറേ പേര് ഉണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ആളുകൾ കുറേ പേരും അഡ്വക്കേറ്റ്സ് ആയിരുന്നു. ഞാൻ ജസ്റ്റ് പറഞ്ഞു, അതിൻ്റെ കൂടെ കഥയായിട്ട് ഇങ്ങനെ വന്നു പോയതാണ്. അപ്പം മേജർ കമ്മിറ്റീസ് ആണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ഓക്കെ, മേജർ കമ്മിറ്റീസ്. യൂണിയൻ പവർ കമ്മിറ്റീസ്. നിങ്ങൾ ഈ പേര് ഞാൻ ഇതിൻ്റെ സൈഡിൽ എഴുതി കാണിക്കാം, നീങ്ങിയിരിക്കാം, അത് എഴുതാൻ വേണ്ടി ഒരു സ്പേസിന് വേണ്ടി. യൂണിയൻ പവർ കമ്മിറ്റീസ്. യൂണിയൻ പവർ കമ്മിറ്റി എന്ന് പറയുന്നൊരു കമ്മിറ്റി ഉണ്ട്. രണ്ടാമത്തേത് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. ഞാൻ ഈ സൈഡിൽ എഴുതി വരുന്നുണ്ട്, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അഡ്വൈസറി കമ്മിറ്റി. അപ്പം ഈ 5 കമ്മിറ്റികളെക്കുറിച്ച് നിങ്ങൾ നോക്കാം. ഇനി ഒരു കമ്മിറ്റിയും കൂടെ ഉണ്ട്,
ഇനി 3 കമ്മിറ്റി: റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി. ടോട്ടൽ 8 കമ്മിറ്റീസ്, 8 മേജർ കമ്മിറ്റീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏതൊക്കെ? യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റി, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ് ആൻഡ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയ, പിന്നെ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി. അപ്പം ഇത്രയും കമ്മിറ്റീസ് ഉണ്ട്. ഇനി ഇതൊക്കെ ആരൊക്കെയാണ് ഹെഡ് ചെയ്യുന്നതെന്നും നിങ്ങൾ പഠിക്കണം. അപ്പം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പിതാവായിട്ടുള്ള ഡോക്ടർ അംബേദ്കറാണ്, BR അംബേദ്കറാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഹെഡ്. കാരണം ഡ്രാഫ്റ്റ് ചെയ്യണമല്ലോ കോൺസ്റ്റിറ്റ്യൂഷൻ, അത് ഉണ്ടാക്കിയെടുക്കണമല്ലോ. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് ഡ്രാഫ്റ്റ് ചെയ്യുന്ന ആരാ? നമ്മുടെ ഭരണഘടനയുടെ പിതാവ്, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫാദർ, അല്ലെങ്കിൽ മോഡേൺ മനു എന്നാണ് അംബേദ്കർ അറിയപ്പെടുന്നത്. ആര്? മോഡേൺ മനു. മനു എന്ന് പറയുന്ന ആരാ? മനുസ്മൃതിയൊക്കെ ഇല്ലേ പഴയ കാലത്തെ? അപ്പം മനുസ്മൃതി എന്ന് പറയുന്നത് ഇതുപോലെ ഉള്ളൊരു ഡോക്യുമെൻ്റാണ്. അപ്പം മനുസ്മൃതി എഴുതിയ ആളെ പോലെ മോഡേൺ മനു എന്നാണ് അംബേദ്കറിനെ പറയുന്നത്, അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പം അദ്ദേഹമാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ. ഓക്കെ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ അത് ഹെഡ് ചെയ്ത ആരായിരുന്നു? അംബേദ്കർ. അത് ഓർമ്മയുണ്ടല്ലോ. ഇനി ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. യൂണിയൻ പവർ കമ്മിറ്റി എന്ന് പറയുന്നൊരു കമ്മിറ്റി ഉണ്ട്. അതിൻ്റെ തുടക്കം യൂണിയനാണ്. അടുത്തത് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി എന്ന് പറയുന്നൊരു കമ്മിറ്റിയുണ്ട്. 2 യൂണിയൻ കൂട്ടിയുള്ള കമ്മിറ്റി ഉണ്ട്, യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റി. ഇനി വേറൊരു കമ്മിറ്റിയുണ്ട്, സ്റ്റേറ്റ് കമ്മിറ്റി. ഇപ്പം യൂണിയനും സ്റ്റേറ്റും അങ്ങനൊരു വിഭാഗമുണ്ട്. അത് നിങ്ങൾക്കറിയാമോ? ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ എന്ന് പറയും. അതായത് ഇന്ത്യയിലെ സ്റ്റേറ്റുകളുണ്ടല്ലോ, സംസ്ഥാനങ്ങളെല്ലാവരും കൂടി യുണൈറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണല്ലോ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്നത്. അപ്പം സ്റ്റേറ്റും യൂണിയനും എന്ന് പറയുന്നത് ഒരു ബന്ധം കാണിക്കുന്ന 2 വാക്കുകളാണ്. സ്റ്റേറ്റുകൾ ചേർന്നാണ് യൂണിയൻ ഉണ്ടാകുന്നത്. അപ്പം സ്റ്റേറ്റും യൂണിയൻ എന്ന് പറയുന്ന വേർഡ്സ് ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പം നിങ്ങൾക്കുള്ള കോഡ് ഇതാണ്: യൂണിയൻ കമ്മിറ്റി, യൂണിയൻ കൂട്ടി തുടങ്ങുന്ന കമ്മിറ്റിയും സ്റ്റേറ്റ് കൂട്ടി തുടങ്ങുന്ന കമ്മിറ്റിയും. യൂണിയനും സ്റ്റേറ്റും, കേന്ദ്രത്തിലും സംസ്ഥാനത്തും, അല്ലെങ്കിൽ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്. യൂണിയൻ എന്ന് പറഞ്ഞാൽ കേന്ദ്രഭരണം എന്ന് പറയത്തില്ലേ? കേന്ദ്രത്തിൽ എന്താണ് നടക്കുന്നത്, യൂണിയനിൽ എന്താണ് നടക്കുന്നതെന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് വരുന്നത്. ഓക്കെ, അപ്പം കേന്ദ്രവും സ്റ്റേറ്റും കൂട്ടി ഉള്ള കമ്മിറ്റി വരുമ്പോൾ അത് ജവഹർലാൽ നെഹ്റു ആണെന്ന് ചിന്തിക്കാം. ജവഹർലാൽ നെഹ്റുവിനെല്ലാം വേണം, പുള്ളിക്ക് യൂണിയനും വേണം സ്റ്റേറ്റും വേണം. അപ്പോൾ അതോർക്കുക, യൂണിയനും വേണം സ്റ്റേറ്റും വേണം. ഇപ്പോൾ യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി. ഇപ്പോൾ സ്റ്റേറ്റും യൂണിയൻ കൂട്ടി വരുന്ന 2 കമ്മിറ്റി ആരുടെയാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ്. 4 നമ്മൾ പഠിച്ചേ. ഇനി അടുത്തത് പ്രൊവിൻഷ്യൽ കമ്മിറ്റി, കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റി. സർദാർ വല്ലഭായ് പട്ടേലാണ് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിരുന്നത്. അതായത് ഇവിടെ അന്ന് കുറേ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പം ആ അതായത് ഓരോ നാട്ടുരാജ്യങ്ങളും പ്രസിഡൻസീസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അന്നത്തെ ആ ഗവൺമെൻറ്റിനെ, ആ സമയത്ത് രൂപപ്പെട്ടിരുന്ന ഗവൺമെൻറ്റിനെ എല്ലാം കൂടെ ഒന്നിച്ചു ചേർക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയൊരു ദൗത്യമായിരുന്നു. അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിരുന്ന, ആ കാര്യനിർവഹണത്തിന് ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരാളായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. സ്റ്റേറ്റ് ഓർഗനൈസേഷനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരാളാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അതുകൊണ്ട് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റിയിലെ ഹെഡ് ചെയ്തിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണെന്ന് ചിന്തിക്കാം. പിന്നെ ഒരാളും കൂടെ ഉണ്ട്. അത് നമ്മുടെ ഫസ്റ്റ് പ്രസിഡൻ്റ് ആയിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 2 കമ്മിറ്റിയിലാണ് റൂൾ ചെയ്തിരുന്നത്. ഒന്ന് സ്റ്റിയറിങ്ങും പിന്നെ അത് റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി. അപ്പം റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയിലും സ്റ്റിയറിംഗ് കമ്മിറ്റിയിലുമാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചെയർപേഴ്സൺ ആയിരുന്നതെന്ന് മനസ്സിലാക്കുക. പിന്നെ സർദാർ വല്ലഭായ് പട്ടേൽ വേറൊരെണ്ണത്തിലും കൂടെ ഉണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൈനോറിറ്റി ആൻഡ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയ എന്ന് പറയുന്ന ഒരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ടായിരുന്നു. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് പിന്നെ ട്രൈബൽസിനെ കുറിച്ചും മൈനോറിറ്റീസിനെയൊക്കെ കുറിച്ച് ഉള്ള ഒരു കമ്മിറ്റിയാണ്. അതിനൊരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ടായിരുന്നു. അത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു ഹെഡ് ചെയ്തിരുന്നത്. അപ്പം നമുക്ക് 8 കമ്മിറ്റിയാണ്, മേജർ കമ്മിറ്റീസ് ഉള്ളത്. അതിൽ 3 കമ്മിറ്റിയും ആരാണ് ഹെഡ് ചെയ്യുന്നത്? ജവഹർലാൽ നെഹ്റു ആണ്. യൂണിയനും സ്റ്റേറ്റും കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം, ആ മേജർ കമ്മിറ്റി ആരായിരിക്കും ഹെഡ് ചെയ്തിരിക്കുന്നത്? ജവഹർലാൽ നെഹ്റു ആയിരിക്കും. ഞാൻ മേജർ കമ്മിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ മേജർ കമ്മിറ്റീസ്. മൈനർ കമ്മിറ്റീസ് എന്ന് പറഞ്ഞിട്ട് വേറെ കുറേ കമ്മിറ്റീസ് ഉണ്ട്. അതെല്ലാം കൂടെ പഠിച്ചിരിക്കുന്നത് അസാധ്യമായതുകൊണ്ട് മിനിമം നിങ്ങൾ ഇതെങ്കിലും പഠിച്ചിരിക്കുക. അതിനുവേണ്ടിയാണ് ഞാനിത് പറയുന്നത്. മേജർ കമ്മിറ്റീസ്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ മേജർ കമ്മിറ്റീസ് 8 എണ്ണം. അതിൽ 3 എണ്ണം സ്റ്റേറ്റ് നിന്ന് യൂണിയനിൽ നിന്ന്
ചേർത്ത് വരുന്നതൊക്കെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഹെഡാക്കിയിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. പിന്നെ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് മൈനോറിറ്റീസ് ട്രൈബൽസ് എക്സ്ക്ലൂഡഡ് ഏരിയ എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയുണ്ട്. ആ ഒരു അഡ്വൈസറി കമ്മിറ്റിയും പിന്നെ പ്രൊവിൻഷ്യണൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റി, പ്രൊവിൻഷ്യണലും അഡ്വൈസറി, ഈ 2 കമ്മിറ്റി ആരാ? സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ഹെഡ് ചെയ്തിരുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ആരാ വരുന്നത്? അടുത്ത ആരാ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹം ഏതൊക്കെയാണ്? റൂൾസ് ഓഫ് പ്രൊസീജിയർ എന്ന് പറയുന്നതും സ്റ്റിയറിംഗ് കമ്മിറ്റിയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഹെഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പം 3 പേരെ മെയിനായിട്ട് മേജർ കമ്മിറ്റീസിൽ പ്രധാനമായിട്ട് ഉള്ളൂ. 3 അല്ല 4. ജവഹർലാൽ നെഹ്റു, ഡോക്ടർ BR അംബേദ്കർ, സർദാർ വല്ലഭായ് പട്ടേൽ, പിന്നെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇവരൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, പേരൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. പട്ടേലിനെ അറിയാത്ത ആളില്ല, അംബേദ്കറിനെ അറിയാത്ത ആളില്ല, ജവഹർലാൽ നെഹ്റുവിനെ അറിയാത്ത ആളില്ല, ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ അറിയാത്ത ആളില്ല. കാരണം അദ്ദേഹം ഫസ്റ്റ് പ്രസിഡൻ്റാണ്. ഓക്കെ, അപ്പം ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് ഓർക്കുക. പുള്ളിയാണ് കാർ ഓടിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ ചിന്തിക്കുക. നമ്മുടെ പ്രസിഡൻ്റ് ആണല്ലോ. സ്റ്റിയറിംഗ് റൂൾ, അതായത് സ്റ്റിയറിംഗ് ആയതുകൊണ്ട് അതിന് കുറച്ച് സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കുന്നതിന് കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പോൾ റൂൾസ് ആൻഡ് പ്രൊസീജിയറും സ്റ്റിയറിങ്ങും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അത് രണ്ടും മനസ്സിലാക്കിയല്ലോ. പിന്നെ പ്രൊവിൻഷ്യണൽ ആയിട്ടുള്ളതും അഡ്വൈസറി കമ്മിറ്റി, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റിയും അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു നീണ്ട കമ്മിറ്റിയുണ്ട്. അതും പട്ടേലാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ബാക്കി 4 പഠിക്കാൻ എളുപ്പം. ഒന്ന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയും മറ്റേത് യൂണിയൻ കൂട്ടി തുടങ്ങുന്ന 2 കമ്മിറ്റിയും സ്റ്റേറ്റ് കമ്മിറ്റീസ് ഓൺ സ്റ്റേറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റി. അപ്പോൾ ഈ സ്റ്റേറ്റ് യൂണിയനും വരുന്ന കമ്മിറ്റീസ്, ആ കമ്മിറ്റീസ് ജവഹർലാൽ നെഹ്റുവാണ് ഹെഡ് ചെയ്യുന്നതെന്ന് പഠിക്കാം. അപ്പം ഇത്രയാണെങ്കിൽ മേജർ കമ്മിറ്റീസ് നിങ്ങളുടെ കംപ്ലീറ്റ് ആകും. ഓക്കെ, അപ്പം ഇതുപോലെ ഇനി അടുത്തതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമുണ്ട്. ഇത് നമ്മൾ പറഞ്ഞ എന്താ? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ മേജർ കമ്മിറ്റീസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ആ മേജർ കമ്മിറ്റിയിലെ ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അതിലാരായിരുന്നു ഹെഡ്? ഡോക്ടർ അംബേദ്കർ അല്ലേ? അപ്പോൾ ഇനി ഡോക്ടർ അംബേദ്കർ അദ്ദേഹം ഹെഡായിരുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് പഠിക്കണം. അതായത് ബേസിക് യൂണിയൻ കമ്മിറ്റിയിലും സ്റ്റേറ്റ് കമ്മിറ്റിയിലും ഒക്കെ ആരാന്ന് പഠിക്കുന്നതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആരാന്ന് പഠിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ പഠിക്കാൻ പോവാണ്. അതിന് ഞാൻ കോഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് മുന്നേ കോഡെന്ന് പറയുന്നത് കുറച്ച് പേരുകൾ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. വലിയ കാര്യമില്ല, പക്ഷേ എനിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കും വർക്കാവുമായിരിക്കും. അതിന് മുന്നേ അവരുടെ പേര്, അവിടെ 7 പേരായിരുന്നു പ്രധാനമായിട്ടും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റീസിലെ മെമ്പേഴ്സ്. ഡോക്ടർ BR അംബേദ്കർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലടി കൃഷ്ണസ്വാമി അയ്യർ, ഡോക്ടർ KM മുൻഷി, സായിദ് മുഹമ്മദ് സദുല്ല, N മാധവറാവു, T കൃഷ്ണമാചാരി. ഇപ്പോൾ ഈ 7 പേരാണുള്ളത്. ഞാൻ പഠിച്ചിരിക്കുന്നത് അംബേദ്കറുണ്ട്, ഉറപ്പാണ്. ഇനി അടുത്ത 6 പേരാണ് വേണ്ടത്. അപ്പോൾ 6 പേര് പഠിച്ചത് ഗോപാലൻ, അല്ലടി, മുൻഷി, സയ്യിദ് മാധവ കൃഷ്ണ. ഈ പേരുകൾ എങ്ങനെ ഞാൻ കാണാതെ പഠിച്ചു. ഗോപാലൻ, അല്ലടി, മുൻഷി. ഇപ്പം ഗോപാലൻ അല്ല മുൻഷി എന്ന് പറയത്തില്ലേ? ഗോപാലൻ, അല്ലടി, മുൻഷി എന്നുള്ളതാണ് ഗോപാലൻ, അല്ലടി, മുൻഷി. അപ്പോൾ ഇത് 3 പേരാണ്. അവരുടെയൊക്കെ പേരാ? N ഗോപാലസ്വാമി അയ്യങ്കാർ, ഗോപാലൻ സ്വാമി അയ്യങ്കാർ. അപ്പം ഗോപാലൻ. ഇനി അടുത്തത് അല്ലടി കൃഷ്ണസ്വാമി അയ്യർ. ഓക്കെ, അല്ലടി കൃഷ്ണസ്വാമി അയ്യർ. അപ്പം അല്ലടി എന്ന് പറയുന്ന ഒരു വാക്ക്. പിന്നെ മുൻഷി, KM മുൻഷി. അപ്പം ഗോപാലൻ, അല്ലടി, മുൻഷി, അതൊരു ടീം. പിന്നെ അടുത്തത് ഒരു മുസ്ലിം നെയിമാണ് സയ്യിദ്. പിന്നെ അങ്ങോട്ട് ഭയങ്കര ഒരു മുസ്ലിം ഹിന്ദു നെയിമാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്, സയ്യിദ് മാധവ കൃഷ്ണ. അപ്പം കൃഷ്ണൻ്റെ ഒരു പര്യായമാണ് മാധവൻ എന്ന് പറയുന്നത്. അപ്പം സയ്യിദ് മാധവ കൃഷ്ണ. അപ്പം അതൊരു ഭക്തിപൂർവ്വമായിട്ട് നിങ്ങൾ കേട്ടാൽ മതി, സയ്യിദ് മാധവ കൃഷ്ണ. അപ്പോൾ ഇത്രയും പേരുകളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആളുകളുടെ പേരായിട്ട് പഠിക്കുന്നത്. അപ്പം ആരൊക്കെയാണ്? ഒന്ന് BR അംബേദ്കർ, ഒബ്വിയസ്. രണ്ടാമത്തേത് ഗോപാലൻ, അല്ലടി, മുൻഷി, സയ്യിദ് മാധവ കൃഷ്ണ. മനസ്സിലായാലും ഗോപാലൻ, അല്ലടി, മുൻഷി, സയ്യിദ് മാധവ് കൃഷ്ണ. അപ്പോൾ ഈ പേരുകൾ വിചലിപ്പിച്ചാലും നിങ്ങൾക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആളുകളുടെ പേര് പെട്ടെന്ന് മനസ്സിലേക്ക് വരും. അപ്പോൾ ആദ്യം നിങ്ങൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആളുകളുടെ പേരുകൾ ജസ്റ്റ് ഒന്ന് നോക്കി കുറേ മനസ്സിലാക്കുക. പിന്നെ ഈ കോഡും കൂടെ ഓർക്കുമ്പോഴത്തേക്കും നിങ്ങൾ PSC എന്ന് പറയുന്നത് നമ്മൾ OMR അല്ലേ, നമുക്ക് കറുപ്പിച്ചാൽ പോരെ. അപ്പം വേറെ ഏതെങ്കിലുമൊക്കെ പേര്, ഇപ്പം വല്ല ബാനർജി, സുഭാഷ് ബാനർജി എന്ന് വല്ലതും കാണുകയാണെങ്കിൽ സുഭാഷ് ഒന്നും ഇല്ല അതിൻ്റെ അകത്ത്, അതിൽ ഗോപാലനും മാധവനും സയ്യിദും ഒക്കെ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പം അതാണ് ഈ കോഡിൻ്റെ പ്രത്യേകത. അപ്പം N ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലടി കൃഷ്ണസ്വാമി അയ്യർ, KM മുൻഷി, സയ്യിദ് മുഹമ്മദ് സദുല്ല, N മാധവറാവു, T കൃഷ്ണമാചാരി. അപ്പം ഇത്തരം കാര്യങ്ങൾ. ഇതിൽ നെഹ്റു ഉണ്ടോ? ഇല്ല. ഓക്കെ, സോറി.
അപ്പോൾ ഇതിൽ നെഹ്റു ഇല്ല, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ നെഹ്റുവും ഗാന്ധിജി ഉണ്ടായിരുന്നു എന്ന് വല്ല സ്റ്റേറ്റ്മെൻറ്റ് വരുവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് മീൻസ് ശരിയാണെന്ന് വിചാരിക്കരുത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയില്ലേ, നെഹ്റു ഇല്ലാതിരിക്കുകയല്ല എന്ന് വിചാരിക്കരുത്. ഓക്കെ, കാരണം നെഹ്റുവിന് അവിടെ വേറെ മേജർ കമ്മിറ്റി 3 ഹെഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളെയാണ് നമ്മൾ പഠിച്ചത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു മേജർ കമ്മിറ്റിയായിരുന്നു. അപ്പോൾ നെഹ്റുവിന് സ്വന്തമായിട്ടും മേജർ കമ്മിറ്റി 3 ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പുള്ളി ഒരിക്കലും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ വരത്തില്ല. അപ്പോൾ ഇത് കൂടെ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഈ സൈഡിൽ എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാം. നിങ്ങളിപ്പോൾ കണ്ട് തന്നെ ഇത് പഠിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇതുപോലുള്ള ന്യൂസും നോളജും ഒക്കെ കിട്ടണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക. ഓക്കെ, താങ്ക് യു.